മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, യതീം മക്കളോട് കരുണ കാണിക്കുന്നതാരോ അവര് എന്നോടൊപ്പം നാളെ സ്വർഗത്തിലായിരിക്കുമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ പുണ്യ റമളാൻ നാളിൽ 100% യതീമായ ഈ മക്കളുടെ വലിയ രീതിയിലുള്ള ഒരു കാരുണ്യപരമായ ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം നൽകാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കണം. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഇവിടെ കോയമ്പത്തൂര് കുനിയാമ്പത്തൂരിനടുത്തുള്ള സ്ഥലത്താണുള്ളത്. അവിടെ മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ നാമധേയത്തിൽ ഒരു എഡ്യൂക്കേഷൻ അക്കാദമി സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള പദ്ധതിയും ഇതിൻ്റെ കീഴിലുണ്ട്. നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളാലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. യതീംഖാനയും മറ്റ് വിദ്യാഭ്യാസ പദ്ധതികളുമൊക്കെയാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിനുണ്ടായിരിക്കണം. നമ്മുടെ അമിർഷാൻ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെതായ വീഡിയോയും മറ്റും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ പദ്ധതിക്കുണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരുപക്ഷെ നാം ഈ മക്കളെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ, ഇവർക്ക് ദീനിപരമായ അറിവുകൾ ലഭിച്ചില്ലെങ്കിൽ ഇവരുടെ ജീവിതം വഴിതെറ്റിപ്പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ തവണ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷയവുമായി വന്നപ്പോൾ കാരുണ്യമനസ്കരായ ലോകമെമ്പാടുമുള്ള നന്മ നിറഞ്ഞ സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് പള്ളി നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അകമഴിഞ്ഞ കാരുണ്യമനസ്കരായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായം അത്യാവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ കുനിയമ്പത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത്. ഈ പുണ്യ റമദാൻ നാളിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഭവന നിർമ്മാണത്തിനും 100% യതീമായ ഈ കൊച്ചു മക്കളോട് നിങ്ങൾ കരുണ കാണിച്ച് അവരുടെ മതപഠനത്തിനു വേണ്ടിയുള്ള കെട്ടിട നിർമ്മാണത്തിനും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്താൽ ഈ അനാഥരായ മക്കൾക്ക് ഒരു പുതിയ ജീവിതം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം. ഈ കൊച്ചു മക്കൾ പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ഈ സഹായം നൽകാൻ മുന്നോട്ട് വരുന്ന ഓരോരുത്തർക്കും ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കുമെന്നാണ്. നമ്മളെ മക്കളെ പോലെ കണ്ട് ഈ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ മക്കളോട് കരുണ കാണിക്കാതെ പോയാൽ, ഈ മക്കൾക്ക് ദീനിപരമായ അറിവ് ലഭിക്കാതെ പോയാൽ, ഈ മക്കൾ നാളെ തെറ്റായ രീതിയിലുള്ള ജീവിതത്തിലേക്ക് പോകുമ്പോൾ നാം ഈ വിവരം അറിഞ്ഞിട്ടും നമ്മുടെ മുന്നിൽ ഈ ഒരു സാഹചര്യമായ വീഡിയോ എത്തിയിട്ടും നാം സഹായിക്കാതിരുന്നാൽ നാളെ പടച്ചവന്റെ മുന്നിൽ നാം തെറ്റുകാരായി മാറും. പ്രിയപ്പെട്ടവരെ, പറ്റാവുന്ന സഹായങ്ങൾ ഈ പുണ്യ റമളാനിൽ നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഈ മക്കളെ ചേർത്ത് പിടിക്കണമെന്ന് പടച്ചവനും വന്നത് ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ താൽക്കാലിക വാടക കെട്ടിടത്തിലാണ് ഈ മക്കൾക്ക് ആവശ്യമായ മതപരമായ അറിവുകൾ നൽകി അവരെ സംരക്ഷിച്ച് ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് പോകുന്നത്. വലിയ ചെലവുകളാണ്. എത്രത്തോളം കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇവർ സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാകണം എന്നുള്ള ഒരു ആശയത്തിൽ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നാം ഈ മക്കളെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ, ഇവർക്ക് ദീനിപരമായ അറിവുകൾ ലഭിച്ചില്ലെങ്കിൽ ഇവരുടെ ജീവിതം വഴിതെറ്റിപ്പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടം ആളുകൾ ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ദീനിപരമായ അറിവുകൾ നൽകി അവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ പുണ്യനാളിൽ പറ്റാവുന്ന പോലെ ചെയ്തു നൽകിയാൽ ഈ ഒരു നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ മക്കൾക്ക് വലിയൊരു സംരക്ഷണ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹായിക്കും, നിങ്ങളൊക്കെ സഹകരിക്കും എന്നുള്ള വിശ്വാസത്തോടെ കൂടി ഈ വീഡിയോ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ ഗ്രൂപ്പുകളിലേക്കും, നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും, നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിലേക്കും എത്രയും പെട്ടെന്ന് എത്തിച്ച് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കണമെന്ന് പടച്ചവനെ മുൻനിർത്തി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.